നമസ്കാരം. പാർലമെന്റ് സമ്മേളനത്തിന്റെ തുടക്കത്തിൽ സഭയിൽ സംസാരിക്കുന്ന വേളയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഭരണകക്ഷി സഭയിൽ കാര്യമായ ചർച്ചകൾ നടത്താതെ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ കാലയളവിൽ നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ പോലും ചർച്ചകൾ മുടക്കി ഇറങ്ങിപ്പോക്ക് നടത്തിയ പ്രതിപക്ഷത്തിന്റെ പക്കൽ നിന്നും മറിച്ചൊന്നും പ്രതീക്ഷിക്കാൻ വകയില്ലെങ്കിലും രാഹുലിന്റെ വാക്കുകൾ പ്രതീക്ഷ നൽകിയിരുന്നതാണ്. പക്ഷേ വിപരീതമായി നടപ്പ് സഭാ സമ്മേളനത്തിലും പ്രതിപക്ഷം ആ രീതി തന്നെ തുടരുകയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിനെ സംബന്ധിച്ച നന്ദി പ്രമേയ ചർച്ച ബഹിഷ്കരിച്ച് നീറ്റ് പരീക്ഷാ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. നീറ്റ് വിഷയത്തിലും അഗ്നിപഥിലും വിവാദങ്ങൾ ഉണ്ടാക്കി പാർലമെന്റ് സമ്മേളനം അലങ്കോലമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കമെന്ന് വിലയിരുത്തണം. നന്ദി പ്രമേയ ചർച്ചകൾക്ക് ശേഷം പ്രധാനമന്ത്രി മറുപടി പറയേണ്ട സമയത്തും പ്രതിപക്ഷം സഭ കലുഷിതമാക്കുമെന്ന് തന്നെയാണ് നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത്. ചർച്ചകൾക്ക് വേണ്ടി രാഹുലും പ്രതിപക്ഷവും കാണിച്ച ആവേശവും ആവശ്യവും വെറും പൊള്ളത്തരമാകുമ്പോൾ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ഗവൺമെന്റിന്റെ വേഗത്തിന് തടയിടുവാൻ സാധിക്കുമെന്ന് അവർ കരുതുന്നു. ചർച്ചകളിൽ ഇടപെടുകയും ഗവൺമെന്റിനെതിരെ തക്കതായ വിഷയങ്ങൾ ഉന്നയിച്ച് ഇതാണ് ശരിയായ രാഷ്ട്രീയമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടത് പ്രതിപക്ഷത്തിന്റെ ആവശ്യമാണ്. വിപരീതമായി നെഗറ്റീവ് രാഷ്ട്രീയം കളിക്കുന്നത് രാജ്യ താൽപര്യത്തിന് തീർത്തും വിരുദ്ധവുമാണ്. പറയുവാനുള്ളത് പറയുകയും അത് വ്യക്തമാക്കുകയും ചെയ്യുമ്പോഴാണ് പ്രതിപക്ഷം വിജയിക്കുന്നതും ജനശ്രദ്ധ പിടിച്ചുപറ്റുന്നതും. അല്ലാതെ നടക്കാത്ത വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ വിഡ്ഢികളാക്കുമ്പോഴല്ല പ്രതിപക്ഷം ബഹുമാനിക്കപ്പെടുന്നത്. അത്തരം രീതികളുടെ വിജയം വളരെ കുറഞ്ഞ സമയത്തേക്ക് മാത്രമേ സാധ്യമാകൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷമാകുവാനാണ് രാഹുലും കൂട്ടരും ഇപ്പോൾ ശ്രമിക്കേണ്ടത്.